ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, സർവ്വക്ഷയും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്നു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടി നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദേഹികള ആത്മാക്കൾ ഞാൻ ആനന്ദിക്കുമാറാകണമേ. നിന്റെ മഹാകരുണയാ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷിയിൽ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥകൾ ആനന്ദിക്കുമാറാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കന്യയുടെ മറക്കുമാർ നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തികളെ ജയിക്കാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ മേതലിക്കണം എളുപ്പാക്കപ്പെടും. അതിനായി എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കുക. എന്റെ പാപങ്ങൾ നന്നാ നിന്റെ തിരുവോം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ രൂപം തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങമാറാം. വാസികളെ സന്തോഷിപ്പിച്ചു കരുണാത്തെ സന്തോഷം രക്ഷകരെ നൽകിയിടും മോതിരഘോഷകളെ സദയം മോതിരമരുളിൽ തിരുസഭയെ പരിപാവന തൊഴുതിരങ്ങൾ കൈക്കൊണ്ടാളും മോതിരമ
അതിനായി കൊലയേറ്റും രക്ഷിതയായി അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ മാറിക്കുമോ ശുഭഹൂല ബോല ബറോവൽ റൂഹോ ഖാദീശോ മിന്നോലം വാദാമിൽ ഓലങ്ങൾ മീനാമീ മാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന തൃക്കരഹസ്യം സമ്പൂജ്യം ആരോഗ്യമാർ പ്രജപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെ ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആഴ്ക്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യ ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. പാറയ്ക്കുമാറോച്ചു മൊഴിമാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെ ഉരചിയും ഭക്ഷിച്ചാകൃപതി അധരത്തെ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ ശുഭഹൂല ബോല ബറോവൽ റൂഹോ ഖാദീശോ മിന്നോലം വാദാമിൽ ഓലം വെൽമീനാമേ ഉപമകളാൽ സ്ലേമോച്ചും മാരീവും ചാരുക്കി പാരും നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ 10,000 തൻ പൂങ്കാവാനിസറായി ശുക്രജ്ഞാക്കോപിന്യതയിൽ വിഘ്നർദിത്തൈലെത്തി മൃദുലൻ ലെബനോൻ കാരികിലിൽ പാർക്കിലവൻ ദൈവസവൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണോ. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടപെടാതെ നിനക്ക് അറിയിക്കുവാൻ ഞങ്ങളെ നിയോഗ്യമുള്ളവരാക്കി തീർക്കണമേ. വിജാതീയ പുത്രിയെ തനിക്ക സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളുടെ ഭാഗ്യവും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുക. ശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും ശ്രീലന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലൂടെയവനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ ബക്കുറുഹോനിയമോ സ്വതഹായ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസം കൊണ്ട് ദൈവമോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു.
നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വവസ്തു നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരത്തിനകത്ത് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തെ മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദ മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചോ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ അഭിമന്യ പിതാവിൻ്റെ തൃക്കൈകളാൽ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അങ്ങ് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നു ഇതിനാവിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ഞാനും സമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ഹൃദയ പരിപാവന സഭയെ വാനോന്താന്തൻ ഒരു നേരം ഇവരെ ആഹ്വാനം ചെയ്യും ഭരണം ചെയ്മോനെ സുവിശേഷയോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും താങ്ങാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. മൂടുപടം വടിമോതിരമിവയ താമാർ വിജയം സമ്പാദിച്ച് പൊക്കണം കല്ലും കവിണയുമായി വിന്നാൻ കൊല്ല തിനിതാവീതും പാവന സഭയ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായിട്ട് വാദം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവയും തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ന്റെ മഹാകരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങൾ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ചില പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു.
Masmodabo Dabro Wadro Khadi Shahaidalvo നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം കരുണയോടെങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞവനും കൃപപ്രദമായ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകരം അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നതുപോലെ ഈ വന്യപിതാവിൻ്റെ തർക്കരങ്ങളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളിൽ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുകാക്കി നീ സ്ഥിതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്യം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി തീർക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോട് കൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗത്താൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റബീഖായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യം ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമാം വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നീക്കികളെയും അന്യോന്യ സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാടിയിൽ ഇവരെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളുകയും കർത്താവെ തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നാളും നൽകുമാറാകട്ടെ. അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു ഇന്ദ്രനേവൻ ഞാൻ ധന്യ വന്നിന്നെ വേട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായാൽ ആത്മീയായുധമാണീച്ചാൽ വിരലിന്മേൽ മേരെ കണ്ണിൽ മോതിരമായ സ്കീപ്പായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ താതനികേതം ഞാൻ പോകി വിക്രീടായ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി സ്വർഗത്തിൽ ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വിജയ സ്ലീപ രാവും പകലും നിങ്ങളോട് കൂടിയിരിക്കുകയും ദുഷ്ടന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങൾ നാളും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായി കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് കൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ.
അതിമതീനി ഞെരവാഴ്ത്തിയ ദൈവം തൻ മികുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. ഓയോടാതാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. സാറയുടവറാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ മികുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. രക്ഷയോടെ സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. ബാരക്കുമോ ബോൽ ബറോ വൽ റൂഹു ഖാദീശോ മിൻഓലം ആദാമിൽ ഓലം വൽദിനാമി മിസ്രനിയോസേ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലെ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവർ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളോവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നദ്ധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോറോശോ പരനാഥാ ശക്തിയും രക്ഷയിലും പ്രഭുവി നല്ലവരും മുമ്പേറവനേ മഹിമാവി ഓടിച്ചോടി തലയിൽ മാറിക്കുമോ ശുഭഹൂല ബോൽ ബറോ വൽ റൂഹു ഖാദീശോ മിൻഓലം വാലാവൽ ഓലം വൽമീനാമേ. മണവറയേ സ്വർഗ്ഗത്തിൽ സഭയിലെ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം സ്വർഗ്ഗേദേവം സുസ്തോരന്മാർ ഐലേയർക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി. رحمي وحنونو من مريو نبي مريو رحمونو راهين ميلينو واداري تشبه تعودي صدرو كلوسو رومو رومو تبوتيلو بوتيلا منو اسكول سبان وبكل نيدو نستويدناسي ബാറക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെ മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും
തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്നതെല്ലാം ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടെ ഇരിക്കുന്ന ഈ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും ആധിപത്യവും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ ബക്കുലഹുനയൗമോ സ്വദഹായ Menaluhun kambil huzud habid shibkono datohin batrayhon ol melulum volme. സുന്ദരികളിലതി സുന്ദരി നീ ജാതികളിൽ സോദോ നൃപതിശലോമോൻ വിമല സഭേ നിന്നെ നാളിപ്പോ നിന്നലങ്ങൾ മധുരസിക്കുന്നു വസല സുഗന്ധം കുസുമസമം സഭയിൽ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ സ്ലീവായി വന്നിപ്പതിനാ രാജാവ ശ്രീയ ഹല്ലേലൂയ ആകുന്നു നിന്നെ പാർക്കുമോ Shubahula bol barowal ruho kadisho. ഹല്ലേലൂയ പുലരിയില പരമോന്നതന ദൈവത്തെ വാഴ്ത്തും നീവൽ പറവയോടൊപ്പം താൻ സൗഭ സംഗീതത്തിൽ ഗാവീരിന്റെ കിന്നരവും തേറി അവളീരയൊരു ഒപ്പം പാടുന്നു 150 കമ്പികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ യോനെ വാഴ്ത്തിയിടും മൂലങ്ങളിലെങ്ങും ഹല്ലേലൂയ ബാറഹിമോർ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരവിനായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളുമായ കർത്താവ് ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിനും വാകെ തലകുണിച്ചു നിൽക്കുന്ന ഈ ദാസരെ സ്വന്തം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത്ത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറിൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന വിധത്തിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് കൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. എതിരായാരും ചൊന്നാദൂതൻ ആനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ ആരിക്കൊള്ളിച്ചു പരങ്ങുന്നു
വിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്നേഹിക്കുവിൻ. മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വീകാര്യാക്കുവാനുമായിട്ട് സഭയ്ക്കായും മശിഹാ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. ആമീൻ. ഹായ് ബാറക്മോ. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ. മോദിക്കട്ടെ പരം നാഥ, നീൻ ശക്തിയിലും രക്ഷയിലും നൃപതി. ഹല്ലേലൂയ. ബാറക്മോർ. നാടകത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്ലോമോ ലുക്കുൽക്കോ. ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവൻഗേലിയോൻ കാദീശോത് മോറാൻ യേശുമിശിഹോ കോറുസുസോ മഹിനിസോമൻ മത്തായിസ് ലിഹോ മഗ്രീസുദ് മഗ്രീസായി ഫുർഖോനോ ലുവൽമോ. നമ്മുടെ രക്ഷകനായ തന്നെ സ്തുതികൾ നാം എല്ലാവരുടെയും തന്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സപ്നഹോക്കിൽ ദന്തബ്രോനോസേദ് മോറൻ വാലോഹാ ഫുർഖുദില നിശോം ശിഹോ മെൽസുദാലുഹോ ദിസ്ബാസാ മെംസുദ കാദിസോ മറിയ ഹോലിന്ദേൻ ഹുഖാനുഹ്വാ. അങ്ങനെ വിശ്വസിച്ചങ്ങൾ ഏറ്റുപറയുന്നു. ഈ തിരുവചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിയായുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശുതമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരൊരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുതമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയക്കാടിന് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാനായി നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുതമ്പുരാനോട് ഭാര്യാഭർത്താക്കന്മാരെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചതല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശൈനോ ശ്ലോമോ ലുക്കുൽക്കോ. നീതി മഹാരവിയാ
മലയാം സഭ കണ്ടപ്പോ അമ്പിളിത്തുല്യം പ്രഭവാനിന്നെ തകിലാധിപനോ നിൻ പ്രാണന്റെ വിധി പോൽ പിതാവിന്റെയും പുത്രന്റെയും ജീവ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങൾ വഹിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Lahazino yoi klilo hasio soe brishe വൈദിക മുടിയായി മണവാളെന്നും മണവറയായി വാനിന്നുടയോൻ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളൻ ശിരസിന്മേൽ അസിയോ ചൂടിക്കുന്നു. Lahazino yoi klilo hasio soe brishe ശാശ്വതശാല ദീശ സത്യമയാള ശീശ്രം സവിതമണി ഗണവേ സദതം കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായ ജയമായ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. Klilo bidedumora menshmayuzoyahnohis lakalzoyoi klilo asiosoye brisho മുടിയായി മണവാളെന്നും മണവറയായി മണവാട്ടിക്കും വാനിന്നുടയോൻ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടി ശിരസിന്മേൽ ഹസിയോ ചൂടിക്കുന്നു. Klilo bidedumora menshmayuzoyahnohis lakalzoyoi klilo hasiosoe brisho മണവാളൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർപ്പൊടിയോട് സദൃശ്യം
അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരറ്റുകൊൽമേ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്തിന് നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതു കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെയിരുന്ന് അകൽക്കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും അഭിമന്യ പിതാവിന്റെ തിരക്കരങ്ങളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നതായി കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളിലെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതികരേറ്റാം. പ്രാർത്ഥന കേട്ടിൽ കൊണ്ടാകേണം. ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി പരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാം
നരമേന്തി സ്തോത്രം ദേവാ എൻ കർത്താവേ ഇവരുടെ വായിൽ വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടിട്ട അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ട് പാപങ്ങളിൽ കൃപ ചെയ്യണം. മറിയോറാഹേൻ മെലേനുവാദാറേ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവവചനത്തിൽ സന്നിധനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാനും നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായും കൽപ്പിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചുള്ളതുമാകുന്നു. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നദ്ധയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും വിജയശ്ലീഭായുടെയും വെടിപ്പുള്ള വിശുദ്ധ എവൻഗേലിയോന്റെയും ഈ ജനസമൂഹത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ബലഹീന ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ മഹോന്നത ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായ നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും മണവാണലിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ കന്യയും കൃപയും സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ തിരുവിഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരുടെയും പ്രത്യേകാൽ മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഇലിയാസുദ്ദീൻ ബാവായുടെയും മോറഥാനാസിയോസ് വലിയ തിരുമേൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലത് തൃക്കരം നിങ്ങൾ എന്നേക്ക് സദാ വന്ന് ആവസിക്കുമാറാകട്ടെ. ബാർക്കുമർ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളെ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യ കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിൽ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയോ കടപ്പെടുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എത്രയും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ ആദ്യം കാണുന്ന ഉടമ്പടി ആദാം ഹവ്വയോടെടുക്കുന്ന ഉടമ്പടിയാകുന്നു. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും ആകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആദാം ഹവ്വയെ തന്നോട് ചേർക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ദൈവശാസ്ത്രവും അനുസരിച്ച് മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ചേർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃശ്യ അടയാളങ്ങളായ വിശുദ്ധ ത്രോണോസിൻ്റെയും വിജയശ്ലീഭായുടെയും വെടിപ്പുള്ള വിശുദ്ധ എവൻഗേലിയോന്റെയും പ്രത്യേകാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പട്ടക്കാരൻ്റെ മുമ്പാകുന്നതുകൊണ്ടാണ് ഈ പ്രതിജ്ഞ എടുക്കുന്നത്. അപ്രകാരം എടുക്കുന്ന പ്രതിജ്ഞ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് പിതാക്കന്മാർ ആരാധനയിലൂടെ പഠിപ്പിക്കുന്നു. പ്രത്യേകാൽ വായിച്ചിടുന്നതായ വിശുദ്ധ എവൻഗേലിയോൻ, വരം ലഭിച്ചവനല്ലാതെ ആരും ഈ വചനത്തിന് ശക്തരല്ല. അതുകൊണ്ട് തന്നെ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശവുമില്ല. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ ഭാഗ്യവാനായ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരുടെ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുവാകുന്ന മണവാളനും സഭയാവുന്ന മണവാട്ടിയും എപ്രകാരം സംയോജിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരമുള്ള ഒരു ബന്ധം ഭാര്യാഭർത്താക്കന്മാർ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നു. കേട്ടതായ ഒരു ഗാനം ഇപ്രകാരമാണ്: മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വയ്ക്കപ്പെട്ടതായ മുൾക്കിരീടത്തെ സദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് മണവാളുടെ തലയിൽ കിരീടം വാഴ്ത്തി വെക്കുന്നത്.
അതൊരു ഗോൾഡ് ചെയിനേക്കാൾ ആഴത്തിലുള്ള ഒരു അർത്ഥം അതിനുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വയ്ക്കപ്പെട്ടതായ മുൾക്കിരീടമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യവർഗത്തോടുള്ള നിസ്സീമമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ അടയാളമാകുന്നു. അടയാളത്തെ സദൃശ്യപ്പെടുത്തിക്കൊണ്ട് മണവാളുടെ തലയിൽ കിരീടം വാഴ്ത്തിവെക്കുന്നു. മണവാട്ടിയുടെ തലയിലാകട്ടെ സതിമാർമുടി. പഴയ നിയമ വായനകളിൽ, ഗ്രന്ഥങ്ങളിൽ അതിനെ സന്തോഷത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും കിരീടമാകുന്നെന്ന് കാണുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൽ സ്നേഹവും ത്യാഗവും സന്തോഷവും ശ്രേഷ്ഠതയും എല്ലാം ഉണ്ടായിരിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ ഇന്ന് വിവാഹിതരായിരിക്കുന്ന ബേസിലിനും സുമിക്കും നിങ്ങൾ ഏറ്റെടുത്ത പ്രതിജ്ഞയിൻ പ്രകാരം സ്നേഹത്തോടും ത്യാഗനിർഭരമായ ആ പരസ്പര പങ്കുവയ്ക്കലിൻ്റെയും സന്തോഷത്തിൻ്റെ അനുഭവം നിങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും നേരുന്നു. ബേസിൽ നമ്മുടെ പ്രിയപ്പെട്ട ജോൺ സാറിൻ്റെ മകനാണ്. ജോൺ സാർ ഈയിടെ ട്രസ്റ്റിയായിട്ടും ഉപരിയായിട്ട് മാറാടി മേഖലയിലുള്ള സൺഡേ സ്കൂളുകളുടെ ഇൻസ്പെക്ടറായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. സാറിൻ്റെ കുടുംബത്തിലെ സന്തോഷത്തിൽ ബലഹീന ഞാൻ പങ്കുചേരുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെതായ എല്ലാ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ബേസിലിനും സുമിക്കും എല്ലാവിധ ദൈവികാനുഗ്രഹ സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്തർ പുകഴ്ച ഭാജനമേ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടികർത്താവനാ നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. വാങ്ങിപ്പോയവർക്ക് യെരൂശലേമെ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാപുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സ്വർഗീയ മഹോന്നതങ്ങളിൽ ബലഹീനരാടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ട് സ്വീകാര്യയോഗ്യമായി തീരുമാറാകണമേ. ആബബ്രറുഹോ ഖാദീശോ ഹോശോ വബ്കുലസ്ബാൻ ലോൽമീ കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, തന്മല ചെയ്ത് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കുള്ള ശരണമേ, നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ കിഴക്കേ തൊട്ടിയനാൽ കെ പി ജോൺ LSCയുടെയും മകനും ആലപ്പുഴ ദേശത്ത് സുമിയും തമ്മിലുള്ളതായ വിവാഹം എന്നിവിടെ നടന്ന ഇവർ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇടവകയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തതിനോടുകൂടെ ഇടവകയുടെ ഉപഹാരമായിട്ട് ഉള്ളതായ പരിശുദ്ധ വേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം ഇടവ മെത്രാപ്പൊലീത്തായി ഇവർക്ക് സമ്മാനമായി ഇവരുടെ കുടുംബജീവിതത്തിൽ മുഴുവൻ ഈ പരിശുദ്ധ വേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് സമ്മാനമായി ഇടവകയുടെ ഉപഹാരം നൽകുന്നു.